നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു വലിയ വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കേരളത്തിൽ വിദേശ സർവകലാശാലകൾക്ക് വേദിയൊരുക്കുന്ന സംഭവം. അത് അടുത്തു തന്നെ നിയമസഭയിൽ പാസാക്കി അല്ലെങ്കിൽ മന്ത്രിസഭ പാസാക്കി പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. കാരണം 2016 എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനായിരുന്ന ഞങ്ങളുടെയൊക്കെ സുഹൃത്തായ ശ്രീ TP ശ്രീനിവാസൻ, അദ്ദേഹം എനിക്ക് തോന്നുന്നു കോവളത്ത് വെച്ച് ഒരു വലിയ വിദ്യാഭ്യാസ സംഗമം നടന്നു. അതിന്റെ വേദിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇതിന് മുറവിളി കൂട്ടുന്ന ഭരണക്കാരുടെ ചെറിയ അംശമായ SFIക്കാര് ശ്രീ TP ശ്രീനിവാസനെ, അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിചിന്തനം നടത്തുന്ന ഒരാളെന്ന നിലയിൽ, അതുപോലെ തന്നെ നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അംബാസഡറായി ജോലി നോക്കിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ ഈ SFI കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മുഖത്തടിക്കുകയും അദ്ദേഹത്തെ തള്ളിമറിച്ചിടുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തതിന്റെ വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിലും പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ അന്ന് കാട്ടിക്കൂട്ടിയവർ ഇന്നിപ്പോൾ വിദേശ സർവകലാശാലകൾക്ക് വഴിയൊരുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു വലിയ ചിന്തയല്ല, ഇവന്മാരെന്താ കാട്ടിക്കൂട്ടുന്നതെന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാകുന്നത്. കാരണം എല്ലാം വിരോധാഭാസമാണ്. പണ്ട് കമ്പ്യൂട്ടറിനെതിരെ ആഞ്ഞടിച്ച പാർട്ടികൾ ഇപ്പോൾ ഫേസ്ബുക്കിലും എക്സിലും അതുപോലെ തന്നെ ട്വിറ്ററിലും ഒക്കെ കുറിച്ചിടുന്ന പാർട്ടികളായി മാറുമ്പോൾ ഇവരൊക്കെ കാലത്തിനനുസരിച്ചാണോ നീങ്ങുന്നത്? ഇതിപ്പോൾ എങ്ങനെ ഇങ്ങനെയൊരു ബോധോദയം ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇന്ന് മുഖാമുഖം പരിപാടിയിൽ പ്രവാസി ഓൺലൈന്റെ പല വേദിയിലും നല്ല നല്ല ആശയങ്ങളും വിമർശനങ്ങളും അതുപോലെ തന്നെ ചിന്തകളും കൊണ്ടുവന്നിട്ടുള്ള കേംബ്രിഡ്ജ് മേയർ ശ്രീ ബൈജു തിട്ടാലയാണ്. അദ്ദേഹം ഒരു സോളിസിറ്റർ കൂടിയാണ്. ഈ മുഖാമുഖം പരിപാടിയിലേക്ക് മേയർ ശ്രീ ബൈജു തിട്ടാലയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ബൈജു. നമസ്കാരം. താങ്ക് യു. എങ്ങനെ പോകുന്നു നിങ്ങളുടെ UK രാഷ്ട്രീയം? UK രാഷ്ട്രീയം വളരെ സജീവമായി പോകുന്നു. ഞങ്ങൾക്ക് വീണ്ടും മെയിൽ ഇലക്ഷൻ ആണ്, കൗണ്ടി ഇലക്ഷൻ. ഇവിടെ ഞങ്ങൾക്ക് 23-ാം തീയതി, ഇനിയിപ്പം 8 ദിവസം കൂടെ ഉള്ളൂ. ഞങ്ങൾക്ക് മെയിലാണ്. എന്റെ ക്യാൻവാസിംഗ് ഒക്കെ തുടങ്ങി, അതിന്റെ കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഓർഗനൈസ് ഇതിന്റെ 1-2 ഓർഗനൈസിംഗ് ടീമിലുണ്ട്. അപ്പൊ അതിന്റെ തിരക്കുകൾ, പ്രാക്ടീസ്, രാഷ്ട്രീയം നമ്മൾ ഈ മഴത്തുള്ളികൾക്കിടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാജ്യം ആര് ഭരിക്കും എന്നുള്ള ഒരു വലിയ ആശങ്കയിലാണ്. ഇവിടെയൊക്കെ പലതരങ്ങളിൽ ഇപ്പൊ ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ അവിടുത്തെ ഇഷ്യൂ. ഇപ്പൊ ഇന്ന് മ്യൂണിച്ചില് സെക്യൂരിറ്റി കോൺഫറൻസ് നടക്കുന്നുണ്ട്. അവിടെ തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വന്നിട്ട് ഒരു വെടി പൊട്ടിച്ചു. അപ്പം യൂറോപ്പ് വിഭജിക്കണം എന്നുള്ളതാണ് ട്രംപിന്റെ ആശയം. അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞതും. അതിനെതിരെ ജർമ്മനി അല്ല, യൂറോപ്പ് മൊത്തം, അതായത് ഉർസുല ഫോൺ ഡെർ ലയന്, പിന്നെ ജർമ്മനിയുടെ ഫർട്ടൈഡിംഗ് മിനിസ്റ്റർ, അതായത് പ്രതിരോധ മന്ത്രി പിസ്റ്റോറിയോസ്, ഇവരെല്ലാം തന്നെ ആഞ്ഞടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്താ, നമ്മുടെ ലോകം ഒരുമിച്ച് കൊണ്ടുപോകാൻ എല്ലാവരും കൂടെ ശ്രമിക്കുമ്പോൾ അതിനൊരു വിലങ്ങുതടിയായിട്ടോ അല്ലെങ്കിൽ വിഭജനത്തിലൂടെ എന്തൊക്കെയോ നേടണമെന്നുള്ളൊരു ആശയം അവിടെ വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇല്ലാതില്ല. പക്ഷെ നമ്മുടെ വിഷയം വേറെ ആയതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പം ഈ വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വന്നാൽ ഗുണമുണ്ടോ? കാരണം വിദേശത്ത് നിന്ന് മലയാളി കുട്ടികൾ, കേരളത്തിലെ യുവജനങ്ങൾ നാട് വിട്ടുകൊണ്ടിരിക്കുന്ന, നാട് ഉപേക്ഷിച്ചു പോകുന്ന ഒരു അവസരത്തിൽ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടോ? അതിനെപ്പറ്റി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതില് 3 ഡയമെൻഷനാണ് ഇത് ഞാൻ കാണുന്നത്. 1, പൊളിറ്റിക്കൽ കോൺട്രഡിക്ഷൻ. 2, ഇടതല്ല വലതിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോക്കോൾഡ് ഇടത്. ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താന്ന് മനസ്സിലാക്കാത്ത ഒരു നയമാണ്. ഞാൻ ഇതിനെ 3 പറയാം. ആദ്യത്തത് പൊളിറ്റിക്കൽ ഡയമെൻഷൻ ആണ്. എനിക്ക് ഈ കാര്യത്തിൽ കൃത്യമായി പ്രതികരിക്കാൻ അവകാശമുണ്ട്. ആ അവകാശം എന്താണെന്നറിയോ? ഈ കൂത്തുപറമ്പ് സംഭവം ഉണ്ടാകുമ്പോ, നമ്മുടെ പുഷ്പന്റെ സംഭവം അന്ന് MBR അവിടെ പോയി, അവിടെ വെടിവെപ്പ് ഉണ്ടാകുന്നു, ഇവര് മരിക്കുന്നു. പിന്നീട് പിറ്റേ ദിവസം ബന്ദാണ്. ഈ ബന്ദ് ഞങ്ങളുടെ അവിടെ ബന്ദ് അക്രമാസക്തമായി. ബന്ദിന് ഒരു വീടിനിട്ട് കയറി കല്ലെറിഞ്ഞു. അപ്പൊ അതിനെതിരെ ഞങ്ങൾ അന്ന് കുറെ കോൺഗ്രസ് പ്രവർത്തകർ, ഞാൻ 16-17 വയസ്സേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾ അന്ന് ഒരു മറുപ്രകടനം നടത്തി. ആ പ്രകടനത്തിൽ വഴക്കുണ്ടായി. അതിൽ ഗുരുതരമായ, അതായത് CPM ഒരു സ്ഥലത്ത് നിന്നും ഞങ്ങൾ വേറെ സ്ഥലത്ത് നിന്നും അറ്റാക്ക് ചെയ്യുന്നു. അന്ന് ഞങ്ങളുമായി വഴക്കുണ്ടാക്കിയ ഒരു സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായതാണ്. അന്ന് വഴക്കുണ്ടായ അവരും ഞങ്ങളും എന്തിനാണ് വഴക്കുണ്ടാക്കിയത്? സ്വയാശ്രയ ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ സ്റ്റാൻഡ് എടുത്ത് ആ
അതിനെതിരെ പോയി അവിടെ ഇദ്ദേഹം ചെല്ലുന്നു, ഇദ്ദേഹത്തിനെതിരെ വെടിവെപ്പ് നടക്കുന്നു. അതിന് സബ്സിക്വന്റ് ആയിട്ടുണ്ടാകുന്ന വഴക്കിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അടി ഉണ്ടായ ആളാണ്, അടി കൊടുക്കുകയും മേടിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഈ അടി ഉണ്ടാക്കിയവനും കൊടുത്തവനും വാങ്ങിച്ചവനും കൊടുത്തവനും ഒക്കെ ഞങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു വഴക്കുണ്ടാക്കിയത്? കിട്ടിയത് മിച്ചം എന്ന് പറയാല്ലേ. കിട്ടിയത് മിച്ചം. ഈ UK തന്നെ CPM-ന്റെ ഒരാളുണ്ട്, ഈ സ്വയാശ്രയ കോളേജിന്റെ സമരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ലാത്തിക്ക് കുത്തി വിരലൊടിഞ്ഞു ഒരാളുണ്ട് UK എനിക്ക് എന്നെ പുള്ളി കാണിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം എന്തിനാണ് അദ്ദേഹത്തിന്റെ വിരൽ കളഞ്ഞത്? അതാണ് രാഷ്ട്രീയ കോൺഗ്രസ്. ഇത് യഥാർത്ഥത്തിൽ പ്രശ്നമാണ്. രാംചന്ദ്ര ഗുഹ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ CPM-ന്റെ കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെതിരെ എന്തായിരുന്നു CPM നയം, അതെങ്ങനെയെന്ന് അവസാനിച്ചു എന്നതിനെ പറ്റി രാംചന്ദ്ര ഗുഹ ഒരു ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പക്ഷെ ബാംഗ്ലൂര് കഴിഞ്ഞും വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിൽ നിന്നിരുന്ന കേരളത്തിലേക്കായിരുന്നു ഈ IT ഹബ്ബായി മാറേണ്ടിയിരുന്നത്. അന്നത്തെ ബാംഗ്ലൂരിനെയും അന്നത്തെ കേരളത്തിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇന്റലക്ച്വലി കേരളം ഈ ബാംഗ്ലൂർ കഴിഞ്ഞും കർണാടക കഴിഞ്ഞും വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം. ഈ കേരളത്തിൽ കമ്പ്യൂട്ടറിനെതിരെ CPM അഴിച്ചുവിട്ട അതിഗുരുതരമായ ഈ സമരങ്ങൾ, വയലൻസ് എന്ന് മാത്രമേ നമുക്ക് വയലൻസ് എന്ന് പറയാം. വയലൻസ് കാരണം അവിടെ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ വരാതെ ഇവരെല്ലാം നേരെ കർണാടകത്തിലേക്ക് പോയി. ഈ കർണാടകത്തിലേക്ക് പോയെങ്കിൽ പോലും നമ്മളിപ്പോ കർണാടകത്തിൽ ചെന്ന് നോക്കണം, അവിടുത്തെ IT ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ മുഴുവൻ വർക്ക് ചെയ്യുന്നതിൽ മജോറിറ്റിയും മലയാളികളാണ്. കേരളത്തിലേക്ക് വരേണ്ടിയിരുന്നതായിരുന്ന ഈ IT എസ്റ്റാബ്ലിഷ്മെന്റ് മുഴുവൻ ഇവര് സമരം വെക്കുകയും ഇതിന് തൊട്ടടുത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും ആ സംസ്ഥാനത്തേക്ക് നമ്മുടെ യൂത്ത് ചെന്ന് നമ്മുടെ ആളുകൾ ചെന്ന് ആ ബിസിനസ് എസ്റ്റാബ്ലിഷ് ആകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ജർമ്മൻ കമ്പനികളെ ബോഷ്, സീമെൻസ്, അതുപോലെ മെഴ്സറസ്, BMW ഈ കമ്പനികളുടെ എല്ലാം ബ്രാഞ്ചുകൾ ഈ പറഞ്ഞ ബാംഗ്ലൂരിൽ ഉണ്ട്. അവിടെ തന്നെ എന്തേരം മലയാളികൾ ജോലി ചെയ്യുന്നു. ഇതിന്റെ കാരണമാണ് ഇതിന്റെ കോൺട്രഡിക്ഷൻ എന്നറിയോ? കേരളത്തിലുള്ള ആളുകൾ മുഴുവൻ ബാംഗ്ലൂരിൽ പോയി ജോലി എടുത്തു, അവർക്ക് അവിടെ ജോലിയായി. എനിക്കൊരു ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത്, ഞാൻ DYFയുടെ നാഷണൽ കോൺഫറൻസിൽ സംസാരിക്കാൻ പോയപ്പോഴത്തേക്കും ഈ ബാംഗ്ലൂരുള്ള, അതായത് കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്പ്യൂട്ടർ വലിയ അപകടമാണ് എന്ന് പറഞ്ഞ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവൻ ബാംഗ്ലൂരിലേക്ക് വിട്ട് ബാംഗ്ലൂരിൽ മലയാളികൾ എന്ന് ജോലി ചെയ്ത ആ ജോലി സ്ഥാപനങ്ങളിൽ CPM-ന് ട്രേഡ് യൂണിയൻ ഉണ്ട്. വിരോധാഭാസം അല്ലേ? എന്തൊരു വിരോധാഭാസം എന്ന് ആലോചിച്ചു. ഇതാണ് പൊളിറ്റിക്കൽ കോൺട്രഡിക്ഷൻ. അതായത് ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് രാമചന്ദ്ര ഗുഹ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പേജ് നമ്പർ ഞാൻ പറഞ്ഞു. ആർക്കും അത്യാവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പൊ അതിന്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ അത്. രണ്ടാമത്തത് ഇതെങ്ങനെയാണ് ഇടതുപക്ഷമാകുന്നു എന്നുള്ളത് എനിക്കറിയാൻ മേലാത്ത തീവ്ര വലത് നിലപാട്, എക്കണോമിക് പോളിസിയിൽ തീവ്ര വലത് നിലപാടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഇവർ ഇടതുപക്ഷം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകാത്ത ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്നറിയോ? ഈ വിദേശ സർവകലാശാല ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നത് സമ്മതിച്ചു. വിദേശത്തുള്ള എല്ലാ സർവകലാശാലകളിലും അവരുടെ ഫീ റെഗുലേറ്റ് ചെയ്യുന്നത് ബൈ സ്റ്റേറ്റ് ആണ്. ഈ ചെല്ലുന്നവരുടെ ആരുടെയും ഫീ റെഗുലേറ്റ് ചെയ്യാൻ സർക്കാരിന് പറ്റില്ല. അത് പറ്റില്ല, ദാറ്റ്സ് ദ റൂൾ. രണ്ട്, അവിടെ അപ്പോയിന്റ് ചെയ്യുന്ന ആളുകൾ ആരായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവര് തന്നെയാണ്. അപ്പൊ ഇതുകൊണ്ട് സംസ്ഥാനത്തിന് വരുന്ന നേട്ടം എന്താണ്? അത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ അങ്ങോട്ടാ വരുന്നത്. അപ്പോ സ്റ്റേറ്റിന് വേണ്ട അവരുടെ ബോർഡിൽ ആരോ സ്റ്റേറ്റിൽ ഒരാൾ വേണമെന്നുള്ളതാണ്. പക്ഷെ അവർക്ക് യാതൊരു റോളും ഇല്ല, അധികാരമില്ലല്ലേ. ഫീസ് അവർ തീരുമാനിക്കും, സ്റ്റാഫിനെ അവർ തീരുമാനിക്കും. ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു പ്രശ്നം, സാധാരണക്കാരന് ഇപ്പൊ ഈ UK-ലേക്ക് 15-20 സെന്റ് സ്ഥലം ലോൺ എടുത്ത് കൊടുത്തു വരുന്നവർക്ക് അങ്ങോട്ട് പോകാൻ മേലത്തൊരു സിറ്റുവേഷൻ ഇവർ ക്രിയേറ്റ് ചെയ്യാൻ പോകും. അപ്പോ സാധാരണക്കാരന് അപ്രാപ്യമായി മാറും ഇത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ജനങ്ങളിൽ നിന്നും എത്ര അകന്നാണ് നിൽക്കുന്നത്, അല്ലെ റിയാലിറ്റിയിൽ നിന്നും എത്ര അകന്നാണ് നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതിലുണ്ടല്ലോ നമ്മുടെ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാറ്റം അനിവാര്യമാണ്, അല്ല ആവശ്യമാണ്. പ്രത്യേകിച്ച് മറ്റ് സർവകലാശാലകളിലേക്ക്, മറ്റ് വിദേശ സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നു. എന്റെ ടീച്ചറെ ഫേസ്ബുക്കിൽ കുറിച്ച് എന്റെ പൊന്നി ടീച്ചറെ, ഇമാതിരി ക്യാപ്സൂളുകളൊക്കെ ഇടുന്നതിന് മുമ്പ് ഈ വിദേശത്ത് വന്നിരിക്കുന്ന പിള്ളേരോടൊന്ന് ചോദിക്കണം, അവര് പഠിക്കാൻ വന്നോന്നോർത്താ നിങ്ങൾ ഇങ്ങോട്ടിരിക്കുന്നത്. എന്റെ ടീച്ചറെ MSc കെമിസ്ട്രിയിൽ പാസ്സായ ആള് UK-ലേക്ക് കെയർ വിസയിൽ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ കെയറിംഗ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 1 വർഷത്തെ കോഴ്സ്, 2 വർഷത്തെ കോഴ്സ്. അവര് വരുന്നത് ഈ MSc കെമിസ്ട്രി പഠിച്ച ആള് ഈ നേഴ്സിംഗ് കെയർ പഠിക്കാൻ വരുന്നത് ആ പ്രൊഫഷനിൽ പഠിക്കാൻ വേണ്ടി വരുന്നതാ. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കില്ല.
ചേട്ടാ ഞാൻ ഇന്നലെ ഒരു മലയാളി പേരിന്റെ കേസ് ഇന്നലെ ഞാൻ കോടതി ഹാജരായി. ഞാനിപ്പോ ഇനിയിപ്പം ഞാൻ ചോദിച്ചു ഇനിയിപ്പം നമുക്ക് എല്ലാം സെറ്റായി എന്തിനാ പോകുന്നത്? അപ്പം പറയാം, നാട്ടില് സാറേ ആരെ അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി അല്ല ചേട്ടാ സാറേ വന്നേ, അതൊരു പേര് ഇങ്ങോട്ട് കടന്നുകൂടാനുള്ള ഒരു വഴി അതായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിനു വേണ്ടി വന്നതാണ്. അവിടെ തൊഴിലില്ല എന്നുള്ള വസ്തുത ഇവർ ആദ്യം അഡ്രസ് ചെയ്യേണ്ടത്. ഒന്ന്, ഇപ്പൊ ഈ വിദേശ യൂണിവേഴ്സിറ്റി അവിടെ വരുന്നു, ഈ നാട്ടിൽ നിന്ന് പോന്നിരിക്കുന്ന അത്രയും കുട്ടികൾ നാട്ടിൽ പഠിക്കുന്നു, പഠിച്ചിട്ട് പിള്ളേരെ അങ്ങോട്ട് പോകും, വീണ്ടും വിദേശത്തേക്ക് പോകും, പണിയെടുക്കണ്ടേ? ഈ നേഴ്സുമാരായ ആളുകളെല്ലാം ഇങ്ങോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? പണിയില്ലാഞ്ഞിട്ട് അല്ലെങ്കിൽ ശമ്പളം ഇല്ലാഞ്ഞിട്ടാ? പണിയുണ്ട്, ശമ്പളമില്ല. പണിയുണ്ട്, ശമ്പളമില്ല. അപ്പോ തൊഴിലവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ പോയത് പഠിക്കാൻ വേണ്ടിയാണ് പോയി എന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ടീച്ചർ മനസ്സിലാക്കിയിരിക്കുന്നവർക്ക് എനിക്ക് കഷ്ടം എന്ന് പോലും പറയാൻ തോന്നില്ല. അങ്ങനെ പറയാൻ തോന്നിയാൽ യഥാർത്ഥ കഷ്ടം എനിക്കെതിരെ വക്കീൽ നോട്ടീസ് ഇട്ടു, ഞാൻ കഷ്ടത്തിനെ കളിയാക്കിയെന്നുള്ളത്. ഇത് പോലും മനസ്സിലാക്കാനുള്ള വിവേകമില്ലല്ലോ. എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ ഒരു 100 പിള്ളേർ, ഒരു 50-നും 100-നും ഇടയ്ക്ക് കുട്ടികളുടെ കേസ് ഈ UK പല കോടതിയിൽ അപ്പീൽ ആയിട്ടുള്ള വക്കീലാണ്. ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നവരല്ല, പഠിക്കുക എന്നുള്ള പേരിൽ ഇവിടെ കടന്നുകൂടി ഇവിടെ ജോലി ചെയ്യുക എന്നുള്ളത് അവർ ചെയ്തത്. ജോലി ഇല്ലാത്തത് കൊണ്ടാണ് അവർ വന്നത്. അവർ തൊഴിലിന് വേണ്ടിയാണ് വന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകാത്തതും അതാണ്. യഥാർത്ഥ പ്രശ്നം എന്താണ്, യഥാർത്ഥ വസ്തുത എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഈ ഇന്നലെ ഒരു കാര്യം കൂടെ പറഞ്ഞു, കാലത്തിനനുസരിച്ചൊരു മാറ്റം വേണോ? ഇതാണോ മാറ്റം, അതോ ഇത് കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റമാണോ? അതൊന്ന് പറയാം. ഇത് കാലത്തിനനുസരിച്ചുള്ള മാറ്റമല്ല, കാലത്തിനെ പറ്റി യാതൊരു ബോധവുമില്ലാത്ത പ്രോപ്പഗാൻഡിസ്റ്റുകളിലൂടെ മാത്രം ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഇതിലെന്ത് റിസർച്ചാണ് ഇവർ നടത്തിയത്? കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു പോയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളിൽ നിങ്ങൾ എത്ര പേരോട് ഒരു സാമ്പിളിങ്ങിനായിട്ടെങ്കിലും നിങ്ങൾ റിസർച്ച് ചെയ്തോ? എന്തിനാണ് ഇവർ പുറത്തേക്ക് പോയത്? ഐ ആം റെഡി ടു ലേ മണി ഓൺ ഇറ്റ്. ഞാൻ ഒരു 1000 പിള്ളേരായിട്ട് ഞാൻ പറയാം. നിങ്ങൾ പറയുന്നിടത്ത് പറയാം, ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടി വരും. കുഞ്ഞുങ്ങളി പൈസ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി വന്നാ. നിങ്ങളെ പോലെ ടാക്സിലല്ല, ജനങ്ങളുടെ ടാക്സിലല്ല അവർ ജീവിക്കുന്നത്, അവർ പണിയെടുത്ത് ജീവിക്കുന്നത്. അപ്പോ നിങ്ങൾ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്, ഈ നമ്മുടെ നാടിന്റെ യഥാർത്ഥ പ്രശ്നം തൊഴിലില്ലാത്തതുകൊണ്ട് പിള്ളേരോട് നോട് രക്ഷപ്പെടുന്നതാണ്. അതാ ഞാൻ ചോദിച്ചത്, MA-കാരൻ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ MA പൊളിറ്റിക്കൽ സയൻസ്, MA ആണെന്ന് എനിക്ക് പൊളിറ്റിക്കൽ സയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. MA പഠിച്ച ആള്, അതായത് കെയറിങ്ങിന് വേണ്ടി പഠിപ്പിക്കാൻ ഇവിടെ വന്നിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. അയാൾ പഠിക്കാൻ വന്നതാ, അയാൾ വിദേശ യൂണിവേഴ്സിറ്റി പഠിക്കാൻ തപ്പിപ്പോയതാ. ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്, അവര് തൊഴിലവസരം തേടി പോയതാണ്. അത് തന്നെ, തീർച്ചയായിട്ടും തൊഴിൽ തേടിയാണ് ഇപ്പൊ ഇവരെല്ലാം ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് പുറത്തേക്ക് പോകുന്നു എന്ന വിദേശ യൂണിവേഴ്സിറ്റികളെല്ലാം കൂടി അവിടെ വന്ന് ഇപ്പൊ പിള്ളേരെ എല്ലാം വിദ്യ അഭ്യസിപ്പിച്ച് അവരെല്ലാം ഇപ്പൊ അവിടെ തന്നെ നിന്ന് ഈ ഡിഗ്രി കഴിഞ്ഞ വിദേശ വിദ്യാഭ്യാസം കഴിഞ്ഞ പണി കഞ്ഞുപിടിക്കണ്ടേ? അത് വേണം. അതിനാ പറ്റുമോ? തൊഴിലവസരം ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. പിന്നെ ഒന്ന്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ന്യൂസ് കാണുന്നില്ലേ, നമ്മുടെ സിദ്ധാർത്ഥ് കഴിഞ്ഞ വർഷം മരിച്ചു പോയത്. അതെ. ഇപ്പൊ ഇന്നലെ എന്റെ നാട്ടില്, കോട്ടയത്ത്, എന്റെ വീടിന്റെ അടുത്താ, നിങ്ങളുടെ തൊട്ടടുത്തല്ലേ, ഞാൻ നടന്നു പോകുന്നില്ല. ഇത് കണ്ടിട്ട് വിദേശത്ത് നിന്ന് ആള് വരിക, അല്ലല്ലോ. അയ്യോ, അതിന് വേറെ പേരിട്ട് നമ്മൾ വിളിക്കുന്നത്. SFIക്കാർ ചെയ്യുമ്പോഴത്തേക്ക് റാഗിങ് അല്ല, അത് വേറെ. 5 പേരെ ഇന്നലെ ഒരു സസ്പെൻഡ് ചെയ്തെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. എന്ത് കാര്യം? ഇല്ല, അതിന് മറ്റാരും പോലീസുകാരെ ഞാൻ കുറ്റം പറയില്ല. അതിന് നമ്മുടെ സിസ്റ്റത്തിനെയും സ്റ്റേറ്റിനെയും കുറ്റം പറയുള്ളൂ. അതെ, ഇന്നിപ്പം പ്രിൻസിപ്പളെയും രണ്ടാമതൊരാള് വൈസ് പ്രിൻസിപ്പൾ ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ വേറൊരാളെയും കൂടെ, അതായത് ഈ ഹോസ്റ്റലിന്റെ ചുമതലയുള്ള ഒരാളാണ്, അസോസിയേറ്റ് പ്രൊഫസറും അങ്ങാണ്ട്, രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സസ്പെൻഷനോടെ നിൽക്കട്ടെ. ഞാൻ കഴിഞ്ഞ മാസം കോടതി ഹാജരായ കേസ് പറയാം. ഒരു അധ്യാപകൻ കുട്ടി പുറത്തേക്ക് ഇറങ്ങി പോരുന്നു, വാതിൽ അടയുന്നു. പുള്ളി ആ വാതിൽ അടയ്ക്കാൻ പുള്ളിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പുള്ളി ഈ വാതിൽ അങ്ങ് ചെന്ന് ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ വാതിൽ ഇങ്ങനെ അടയുമല്ലോ, ഓട്ടോമാറ്റിക് ഫയർ എക്സിറ്റ് ഇല്ലാത്ത ഡോറുകൾ അടയുമല്ലോ. അധ്യാപകൻ ആ കുട്ടി അങ്ങ് ഇറങ്ങിപ്പോയവരുടെ കഥക് അടയ്ക്കുകയും ആ കുട്ടിയുടെ മുഖത്ത് നിന്നത് കൊള്ളുകയും കുട്ടിയുടെ കണ്ണാടി പൊട്ടി, ഈ കണ്ണിന് നമ്മുടെ ഐബ്രോ പൊട്ടി 4-5 ഇച്ചിട്ട് കുട്ടി അപ്പൊ തന്നെ ടീച്ചറെ വിവരം അറിയിച്ചു. അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചു. അപ്പൊ തന്നെ അധ്യാപനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഇന്റർഗേഷൻ നടത്തി. 28-30 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അധ്യാപനെ പോലീസ് ചാർജ് ചെയ്തു. കോടതി പോയി. കേസ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അദ്ദേഹത്തെ കൺവിക്ട് ചെയ്തു, പണിഷ് ചെയ്തു. ഏതാണ്ട് ഒരു 1-2 മാസം ഇത് പ്രോസസ് മുഴുവൻ നടന്നു. തൊഴിൽ പോയി. ചേട്ടാ, ഇന്നലെ മിനിഞ്ഞാന്ന് കേംബ്രിഡ്ജ്ഷയറിൽ ഒരു പോലീസ് ഓഫീസറുടെ പണി പോയി. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വർഗീയപരമായി പോസ്റ്റ് ഇട്ടതിന് SFIയുടെ ഇപ്പോഴത്തെ ഒരു പ്രസിഡന്റുള്ള 8 ഷോ 6 ഷോ ഒരു ഷോ നമ്മുടെ അവിടെ, എന്റെ നാടിന്റെ അവിടെ, എന്റെ വീടിന്റെ ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ട് താഴെ അവിടെ ഒരു സ്ത്രീയെ ഒരു CPIയുടെ വിദ്യാർത്ഥിയെ വിളിച്ച പേര് ഓർക്കുന്നുണ്ടോ?
ചവിട്ടിയ പേരോർക്കുന്നുണ്ടോ? അതുപോലെ സിമിലർ ആയി പറഞ്ഞ പോലീസുകാരന് ബ്രിട്ടനിൽ പണി പോയി. എന്നിട്ട് ഇന്ന് ഈ മാന്യ ഇവർക്കൊന്നും ഒരു നാണമില്ല. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഈ പിള്ളേരുടെയൊക്കെ ചർച്ച ഇരുന്ന് കേട്ടാൽ മതി. ഒരു സെക്കൻഡ്, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ നമ്മുടെ ശ്രീനിവാസനെ മുഖത്തടിച്ചെന്നും തെള്ളിയിട്ടെന്നും കരിയോയിൽ വെച്ചെന്നും നോക്കി. അപ്പൊ അതിന് പുള്ളി ബദൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ടി.പി. ശ്രീനിവാസന്റെ നാവിൽ നിന്ന് വന്ന വാക്കിനെതിരെയുള്ള പ്രതികരണമാണ് ആ തല്ലും ആ പ്രവൃത്തി എന്നുള്ളത്. അതുകൊണ്ട് എസ്.എഫ്.ഐയുടെ ഭാഗത്തുനിന്ന് മാപ്പ് പറയേണ്ടതില്ലെന്നാണ് ഈ മാന്യ നേതാവ് ഇന്നിപ്പം പേപ്പറിൽ എഴുതിയതിന്റെ ഒരു കുറിപ്പിയാണ്. എന്റെ പൊന്നു ജോസിയേട്ടാ, ഈ മാന്യ നേതാവെന്നൊന്നും പറഞ്ഞു നേതാക്കന്മാരെ നമ്മളവരെയൊക്കെ മാന്യന്മാരായിട്ട് കാണണ്ടേ? അല്ലല്ല, അവഹേളിക്കരുത്. അവരെയൊന്നും അവഹേളിക്കും. ഇവരൊക്കെ മാന്യൻ, ഇവരൊക്കെ നേതാക്കന്മാരാ. ഹു ടോൾഡ് ഇവരൊക്കെ ഈസ് ഗൂൺസ്, പൊളിറ്റിക്കൽ ഗൂൺസ് ഹു കെയർസ് അബൌട്ട് ദീസ് പീപ്പിൾ. നമ്മുടെ ഒന്നും വീട്ടിലെ പിള്ളേരുടെ വീട്ടിൽ ചർച്ചയ്ക്ക് വരുന്ന കപ്പാസിറ്റി ഇവരൊന്നും, രാഷ്ട്രീയം സംസാരിക്കാൻ അറിയില്ല ഇവരൊന്നും. അല്ല, അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഓഫീസർ അവിടെ നിൽക്കുന്ന പുള്ളിയുടെ മക്കളുടെ പ്രായം പോലും ഒരാളുടെ അപ്പനൊക്കെ വിളിക്കുന്നു പറയാൻ, ഇത് കേൾക്കുന്നവരെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ് പറ്റുന്ന എനിക്കറിയാൻ മേലാത്ത. കേരളത്തിന്റെ മണ്ണ് പോലും നാണിച്ചു. എനിക്കിത് കേട്ട് ഞാനത് കണ്ടായിരുന്നു. എനിക്ക് നാണക്കേട് എനിക്ക് വാട്സാപ്പിൽ ഇട്ടുന്നു. അത്രയും ക്രെഡിബിളായ ഒരാള് പുള്ളിയുടെ മക്കളുടെ പ്രായം, കൊച്ചുമക്കളുടെ പോലും പ്രായമില്ലാത്ത ഒരു തന്തയ്ക്ക് കയറി പറയുന്നൊക്കെ പറഞ്ഞ ഇവരെയൊക്കെ ഉണ്ടല്ലോ പഠിപ്പിച്ച സാറുമാരെ നമ്മുടെ രാജ്യത്ത് തന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇവരൊക്കെ കോളേജിൽ പോകാനല്ലേ എക്സാം പാസ്സാകും, പിന്നെ പഠിച്ചിട്ടില്ലല്ലോ, ക്ലാസ്സിൽ കയറിയിട്ടില്ലല്ലോ, അറ്റൻഡൻസ് ഇല്ലല്ലോ. എന്തൊരവ നമ്മളെ സത്യം പറഞ്ഞ ചില നേരത്തൊക്കെ ഞാൻ നോക്കും, നമ്മളെ പോലുള്ളവരൊക്കെ ഇവിടെ ഒന്ന് പെട്ടുപോയത് ഇവരെ പോലുള്ള ആളുകൾ ഒന്നിച്ച് തിരിച്ചറിയ ഇവന്മാരെ എല്ലാം നമ്മുടെ ചുറ്റിച്ചൂരെടുത്ത് അടിച്ച് അത് കയറി. എന്തൊരവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ കേരളത്തിന്റെ. എന്റെ വീടിന്റെ തൊട്ട അയലോക്കത്തെ ചേട്ടാ ഈ സംഭവം. ഞാൻ ആ വീഡിയോ ഇതുവരെ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട്. എനിക്കിത് കണ്ടിട്ട് കാണാൻ പറ്റുന്നില്ല. അത് എന്റെ കിടപ്പുണ്ട്, പക്ഷെ നമുക്കത് കാണാനുള്ള ഒരു എനിക്ക് എന്റെ നാടിനടുത്ത ഈ സംഭവം ഉണ്ടെന്നേ. ഇന്നലെ തന്നെ എനിക്ക് കിട്ടി. ഇന്നലെ രാവിലെ തന്നെ കിട്ടി. അത് ചേട്ടാ പിശാചിന് പോലും അങ്ങനെ ചെയ്യാൻ, പിശാചിന് പോലും മാനസികമായിട്ടുള്ള തന്റെ മനക്കെട്ടി ഒന്നും അല്ല അതിന് വേണ്ടുന്നത്. നമുക്ക് അല്പം മനുഷ്യത്വം വേണം. ചേട്ടാ അതിന്റെ കാരണം ഞാൻ വേറെ മറ്റാരെയും കുറ്റം പറയില്ല. നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ആരെന്ത് ചെയ്താലും ചേട്ടാ, ആ രണ്ടുപേരെ കൊന്ന കേസില്ലേ കഴിഞ്ഞ ദിവസം, ചെന്താമര ചേട്ടാ, 5 വർഷമായിട്ട് വിചാരണ തടവുകാരനായ അയാൾ നിൽക്കുകയാണ്. അയാളെ 5 വർഷത്തിന് അന്ന് ആ കേസിന് ചേട്ടാ ഈ രാജ്യത്ത് 160 ദിവസത്തിനകത്ത് വിചാരണ നടന്നിരിക്കണം. 5 വർഷമായിട്ട് അയാൾ വിചാരണ തടവുകാരനായി പുറത്ത് നിൽക്കുകയാണ്. അത് ഒരു ചാനലിൽ വന്നിരുന്ന ഒരു CPM-ന്റെ നേതാവ് ഈ കഷ്ടം തോന്നി. ഇദ്ദേഹം വക്കീലാണെന്ന് പറയാൻ പോലും. ഒരാള് പോലീസ് കോർട്ടിന്റെ ബെയിലിൽ നിൽക്കുമ്പോൾ ആ ബെയിൽ ബ്രീച്ച് ചെയ്തെന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ ഈ ആളെ ഓൺ ദ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാം പോലീസിന്. അത് ചെയ്തിരുന്നെങ്കിൽ ഈ രണ്ടുപേരും മരിക്കില്ലായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യാതെ പുതിയ ഓഫീസർ വന്നൊക്കെ പറയുന്ന വക്കീലുമാരെ കാണുമ്പോൾ എന്റെ പൊന്നിയാണോ, നിങ്ങൾക്ക് എന്തിനാണ് ഈ പ്രൊഫഷനെ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഞങ്ങളെ വക്കീൽ പ്രൊഫഷന് അതിന്റേതായ ഒരു മാന്യതയുണ്ട്. രാഷ്ട്രീയ പാർട്ടി ഏതുമാകട്ടെ, വക്കീല് പരീക്ഷ പാസ്സായിട്ടില്ല, പഠിച്ചിട്ടില്ല, ഇതൊക്കെ വക്കീലിന് വാലറ്റം വെക്കുന്നേ ഉള്ളൂ. അല്ല, ഞാൻ ഓർക്കായിരുന്നു ബേസിക് ആണ്. അതായത് ഇപ്പൊ ഞാൻ ട്രയൽ അവൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ബെയിൽ കണ്ടീഷനിലാണ് പുറത്തു വരുന്നത്. ആ ബെയിൽ ബ്രീച്ച് എന്നുള്ള റീസണബിൾ ഗ്രൗണ്ട് ഓഫ് സസ്പീഷൻ ഉണ്ടെങ്കിൽ പോലീസിന് ഇയാളെ ഓൺ ദ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ജന്മത്തിൽ ജാമ്യം കിട്ടിയത് അത് ചെയ്യാതെ നോക്കിയിരുന്ന് അതിനെ ന്യായീകരിക്കാൻ വരുന്ന കുറെ നേതാക്കന്മാർ. മനുഷ്യന് ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, ഒരു ലിമിറ്റഡ് കമ്പനി പോലെ ആയി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റ്, ലിമിറ്റഡ് കമ്പനി എങ്ങനെയാണ്? ലിമിറ്റഡ് കമ്പനിക്ക് അവരുടെ മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ എന്താണ് എങ്ങോട്ടാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത്? ഇപ്പൊ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയത് യഥാർത്ഥ പ്രശ്നം അവിടെ തൊഴിലെന്നുള്ളതാണ്. ഈ പിള്ളേരെല്ലാം ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ PG കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന് അപ്പുറത്ത് MPhil കഴിഞ്ഞ് നിങ്ങൾക്കൊന്നും തൊഴിലില്ല. ഒരു തൊഴിലെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പതുക്കെ ഒരു റൂട്ട് വെട്ടി പോരുവാണ് വിദേശത്തേക്ക്. യഥാർത്ഥത്തിൽ ഇവർ വിദേശത്തേക്ക് പോരുന്നതിന്റെ ലക്ഷ്യം പഠിക്കുക എന്നുള്ളതല്ല. ഒരു മജോറിറ്റിയുടെ പേര്, മജോറിറ്റിയും അല്ല 10 കാശുണ്ടാക്കും. ഒന്ന് സേഫ്റ്റി ഉണ്ട്, പോലീസിംഗ് ഉണ്ട്, രണ്ടാമത് ഹെൽത്ത് കെയർ ഫ്രീ ആണ്. എന്ത് സംഭവിച്ചാൽ സർക്കാർ ഫണ്ട് ചെയ്യും, സർക്കാർ ഹോസ്പിറ്റൽ കൊടുക്കും. പിന്നെ ഒരു ബേസിക് വെൽഫെയർ സ്ട്രക്ചർ ഉണ്ട് ഇവിടെ. അവിടെ എങ്ങനെയാണോ? ഇവിടെ അല്ല, അവിടെ കേരളത്തിൽ എങ്ങനെയാണെന്നാണ് ചോദ്യം.
കേരളത്തിൽ ഒന്നുമില്ല. അതാ പറയാ, അതുകൊണ്ടാണ് പിള്ളേർ ഓടി രക്ഷപ്പെടുന്നത്. അപ്പൊ ഈ വിദേശ യൂണിവേഴ്സിറ്റി അയ്യോ ഇങ്ങനെ പഠിക്കാൻ മുട്ടി എന്നിട്ട് പിള്ളേരെ പഠിക്കാൻ പോകാന്ന് പറഞ്ഞ ഈ നമ്മുടെ ഈ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അതിന്റെ ഇടയ്ക്ക് ഈ ബില്ലിനകത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് നിയമസഭയിൽ ഇതിന്റെ കരട് വന്നപ്പം ഓരോ രാജ്യത്തുനിന്നും 50 പേരെ വെച്ച് എടുക്കുന്നു, അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഓർക്കുന്നുണ്ടോ? ഞാൻ ഇത് വലിയ അപകടമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. അതിന്റെ കാരണം ഫീസ് സ്റ്റേറ്റ് മാത്രമേ ഡിസൈഡ് ചെയ്യാവുള്ളൂ. അതുപോലെ എംപ്ലോയ്മെന്റ് ആളുകളെ ജോലിക്ക് എടുക്കുന്നത് PSC വഴിയായിരിക്കും. ഇത് മുഴുവൻ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ മുഴുവൻ CPM-കാരാണല്ലോ മുഴുവൻ ജോലിക്കാർ, പാർട്ടി മെമ്പർമാരും അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ആണല്ലോ. അതിന് വളരെ മറ്റവസ്ഥയ്ക്ക് ഇത് ക്രിയേറ്റ് ചെയ്യും. അല്ല, ഇത് സ്വകാര്യ മേഖലയിലാകുമ്പോൾ അവരുടെ ഇന്റേണൽ കാര്യങ്ങളല്ലേ അതിലൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഈ സ്വകാര്യ മേഖലയിലാണെങ്കിൽ പോലും ഇതിലൊക്കെ ഇവർക്ക് ഇന്റർവ്യൂ ചെയ്യാം. അല്ല, അതിന് നിയമം ഇതിനകത്തുണ്ടോ? ഈ ബില്ല് അപ്പോയിന്റ്മെന്റ് അവരുടെ സൗകര്യമാണേ. അപ്പൊ പിന്നെ എവിടെയാ സർക്കാരിന് പിടിയുള്ളത്? അപ്പോയിന്റ്മെന്റും സ്റ്റാഫ് അപ്പോയിന്റ്മെന്റുകൾ എന്നിട്ട് ഇതിന്റെ ഫ്രീ സ്ട്രക്ചർ, ഇതിലൊന്നും സർക്കാരിന് കൺട്രോളും ഇല്ല. പക്ഷേ സംഭവിക്കാൻ പോകുന്ന ഇവരുടെ സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ അവരുടെ അണ്ടർസ്റ്റാൻഡിംഗിൽ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ആളുകളെ ഇവർ തിരികെ കയറ്റും. ഞാൻ പറഞ്ഞത് PSC ഇല്ലാഞ്ഞിട്ടാണോ നമ്മുടെ കൊല്ലം മേയറിലോ തിരുവനന്തപുരം മേയർ ലിസ്റ്റ് എഴുതി കൊടുത്തത് ഇന്ന ആളുകളെ കയറ്റിക്കളാൻ പറഞ്ഞത്? PSC ഉണ്ടല്ലോ അവിടെ. ഇതിനെ മുഴുവൻ നിർത്തിക്കൊണ്ട് ഒരു സ്റ്റാൻസിൽ അതിനേക്കാൾ ഉപരി ഇപ്പൊ ഇത് കേൾക്കുന്നവർക്കും എന്നോട് പലർക്കും തോന്നുമായിരിക്കും കേരളം നന്നായിരുന്നാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളം നന്നാകുമെന്നാണ് എന്റെ ബോധ്യത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അല്ല, നന്നായില്ലെന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വിദേശത്തിലുള്ള ആർക്കും തന്നെ ഇല്ല. അത് നമ്മൾ നന്നാകണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം. പക്ഷെ അത് നന്നാകേണ്ടതുപോലെ നന്നാകും. ഇല്ല, ഇത് യാതൊരുവിധ റിസർച്ചും ഇല്ലാതെ ഒരു പഠനവും ഇല്ലാതെ എടുത്തു വച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് അപകടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. ഇതിന്റെ മറുവശം കൂടെ ചിന്തിച്ചാല് അതിനെപ്പറ്റി എന്താ ഒരു വിലയിരുത്തല് എന്ന് പറഞ്ഞാലും അത് ഏത് മറുവശം? അല്ല, ഇതിനൊരു മറുവശം ഉണ്ടല്ലോ. ഇപ്പം സ്വകാര്യ മേഖല യൂണിവേഴ്സിറ്റി അവിടെ വരുന്നു, അല്ലെ കോളേജ് യൂണിവേഴ്സിറ്റി തന്നെയാ, യൂണിവേഴ്സിറ്റി വരുന്നു. അപ്പൊ അതിനൊരു മറുവശമില്ല. കാരണം കേരളത്തില് വേറെ കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, ഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, അങ്ങനെ പല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇവർക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകി. ഓൾറെഡി പല യൂണിവേഴ്സിറ്റികളിലും സ്റ്റുഡൻസ് ഇല്ല. അതായത് പല കോളേജുകളിലും ചില കോഴ്സുകൾ തന്നെ വെട്ടിക്കളഞ്ഞു. കാരണം പിള്ളേർ PDC കഴിഞ്ഞാൽ അപ്പൊ തന്നെ നാടുകൂടെ തുടങ്ങി. അത് പഠിക്കാനുള്ള സാഹചര്യം പഠിക്കാനില്ലാത്തത് കൊണ്ടോ അതിന്റെ സോഴ്സ് ഇല്ലാഞ്ഞിട്ടോ അല്ല. പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ കാര്യം, നമ്മുടെ അവിടെയുള്ള കംപ്ലീറ്റ് പബ്ലിക് സർവീസ് CPM-ന് കുത്തക എഴുതി കൊടുത്തു കളഞ്ഞു. ആർക്കും ഇതിന് കോൺഫിഡൻസും ഇല്ലാതെയായി. ആ പബ്ലിക്കിന് ഒരു കോൺഫിഡൻസ് ഉള്ളതാ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും. ആ കോൺഫിഡൻസ് CPM കട്ട് ചെയ്ത് കളഞ്ഞു ഒരു 10 വർഷം കൊണ്ട്. 10 വർഷങ്ങളിൽ ഇവിടെ ഒന്നാം മൊത്തം കംപ്ലീറ്റ് കളഞ്ഞു, രണ്ടാമത് ബാക്കി കംപ്ലീറ്റ് ആക്കി കളഞ്ഞു. ഒന്ന് ആലോചിക്കേ, ഇപ്പോഴത്തെ MLA-മാരുടെ CPM-ന്റെ നേതാക്കന്മാരുടെ മക്കളെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് ഹൈക്കോടതി വരക്കി. അതെ, അതൊരു അതായത് ജനങ്ങൾ സാധാരണ ലേമാൻ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിൽ എന്നോട് അത്ര പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, സാറേ എന്തുവരെ പഠിച്ച നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? അവര് പറയുന്നത് കേൾക്കണം. ആര്? CPM. അത് 20 ലക്ഷം 25 ലക്ഷം എവിടുന്നേലും കടമെടുത്ത് സ്വരൂപിച്ച് എല്ലാവരും നാടുവിടുകയാണ്. ഇവിടെ വന്ന് ബാങ്ക് ജപ്തിയാ എത്ര പേര് എനിക്ക് നേരിട്ട് അറിയാം. ഇപ്പം നിങ്ങളുടെ അവിടെ ഒരു ലിമിറ്റേഷൻ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പം അങ്ങോട്ടുള്ള ചാൻസ് ഉണ്ടോ? സ്റ്റുഡന്റ് ആയിട്ട് ഇങ്ങോട്ടുള്ള ചാൻസ് എന്നാൽ ടെമ്പററി നിൽക്കുകയാണ്, അതിന് സംശയമില്ല. ഇത് ഞാൻ പണ്ട് 4 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഈ വിദേശത്തേക്ക് പണ്ട് ഓർക്കുന്നുണ്ടോ ഇവിടെ നമ്മുടെ ലോകസഭ നടത്തിയപ്പോഴത്തേക്കും ഞാൻ ഏഷ്യനെറ്റ് ന്യൂസിലാണ് നിൽക്കുന്നത്. ഞാനന്ന് പറഞ്ഞിരുന്നു ഇത് അപകടത്തിലേക്കാണ് പോകുന്നത്. നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. ഗുരുതരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു റിസർച്ച് ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം ഈ റിക്രൂട്ടിംഗ് ഏജൻസികൾ മുഴുവൻ 100% തട്ടിപ്പാ. കഴിഞ്ഞ ദിവസം അവിടെ മലയാളി ഉൾപ്പെടെ ഡീപ്പോർട്ടേഷൻ നടന്നു. അതിനകത്ത് ഇനിയും മലയാളികൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു ദിവസം ഒരു 2-3 പേരെങ്കിലും ആ ലിസ്റ്റിലേക്ക് വരുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സിറ്റി പുറത്താക്കും. അതെല്ലാം അവര് പുറത്താക്കും. അനധികൃത വരവാണോ? വരുമ്പം അധികൃതം, ഉച്ച കഴിയുമ്പോഴത്തേക്കും അനധികൃതം. അതായത് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കാതെയും അറ്റൻഡൻസ് ഇല്ലാതെയൊക്കെ പോകുന്ന കേസല്ലേ? അത്രേ ഉള്ളൂ. അതിപ്പം എനിക്ക് തോന്നുന്നു ഇവിടെയും സംഭവിക്കാനുള്ള ഒരു ചെറിയ ചാൻസ്. ചേട്ടാ, അത് എല്ലായിടത്തും സംഭവിക്കും. ഇതിന് പ്രധാന ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ടോക്ക് ഉണ്ടായിരുന്നു, ഈ മറ്റേ റീഫോം യുക്കെതിരെ ഞാൻ എൻ്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു ഒരു വഴി. അതിൽ പറഞ്ഞത് ഈ വിദ്യാർത്ഥികൾ വന്നിരിക്കുന്നത് UK-യിലേക്ക് വന്നിരിക്കുന്ന വിദ്യാർത്ഥികള്, അതിലൊരു റേഷ്യോ ഞാൻ ഇട്ടായിരുന്നു, നോട്ട് ഇൻ മൈ മെമ്മറി. ഈ വന്ന വിദ്യാർത്ഥികളെല്ലാം മിനിമം 15,000 പൗണ്ടുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതായത് 15 ലക്ഷം രൂപയായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവരെങ്ങനെയാണ് നിങ്ങൾ ഇമിഗ്രൻസ് ആക്കി കണക്കൂട്ടുന്നത്?
അവര് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആവുമായിരിക്കും. കാരണം ഫീസ് കൊടുക്കാൻ കാശില്ലാതെയാവും, പ്രശ്നമാവും, ജോലി കിട്ടാതെയാവും, പെടും. അല്ല, അവരെല്ലാം താൽക്കാലികക്കാർ. അല്ല അതാ പറഞ്ഞേ അവര്. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ഭീമമായ പൈസയായിട്ട് ഇവർ വരുന്നത്. അതെ, അപ്പൊ അവർക്ക് ജീവിക്കാനുള്ള കാശ് കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. അത് ആ പൈസ ജീവിക്കാനുള്ള ഫീസ് കൊടുക്കാനുള്ള കാശായിട്ട് വരുന്നു, ടെമ്പററി ഫീസ് കൊടുക്കാനുള്ള കാശായിട്ട് വരുന്നു. ചേട്ടാ, എത്ര പേരെ ഞാൻ തന്നെ പറഞ്ഞ് പല സ്ഥലങ്ങളിൽ ജോലിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എത്ര സ്ഥലങ്ങളിൽ. അങ്ങനെ വരുമ്പോഴേ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോ ഇപ്പൊ ഈ UK-ലെ ഈ ഒരു പ്രശ്നം അത് മലയാളികള് എനിക്ക് തോന്നുന്ന ഒരു 5 വർഷത്തിൽ താഴെ ഉള്ളവരെയാണോ അതോ അതിന് മേലുള്ളവരെയാണോ അതോ അതെങ്ങനെയാ കണക്കാക്കുക? ചേട്ടാ, അതിപ്പോ 5 വർഷത്തിനുള്ളതല്ല. പഠിക്കാൻ വന്ന ആളുകൾ ഫീസ് കൊടുക്കാതെയും ഫീസ് കൊടുക്കാൻ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ അവർ 5 വർഷം ഒന്നും വിഷയമില്ല. വിദ്യാർത്ഥിക്ക് 5 വർഷം ആയപ്പോലും അവർക്ക് മറ്റേ വിസ കിട്ടിയില്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. വിസ കിട്ടണം അവർക്ക്. സ്റ്റുഡന്റ് വിസ നമ്മുടെ പെർമനന്റ് സെറ്റിൽമെന്റിനെ കൂട്ടത്തില്ല, സെപ്പറേറ്റ് ആണ്. അപ്പോ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് വർക്ക് പെർമിറ്റ് കിട്ടി, സ്പോൺസർഷിപ്പ് വിസ കിട്ടി, പിന്നെ 5 വർഷം നിന്നാണ് PR കിട്ടാൻ പോകുന്നത്. അങ്ങനെ അത് സ്റ്റുഡന്റായി വരുന്ന സമയം ഒരു കൂട്ടത്തില്ല. ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം അത് കൂടുതലും ഇന്ത്യക്കാർ അതിനകത്തുണ്ടാകും, ഉറപ്പായിട്ട് പറയുന്നു. പക്ഷെ മറ്റു വിദേശികള് എല്ലാ രാജ്യത്തു നിന്നും യൂറോപ്യന്മാരും ഉണ്ടാകും. നോൺ EU സ്റ്റേറ്റ് ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവര് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് രക്ഷപ്പെടുക? നമ്മളിപ്പോ മലയാളി പറയാം, പുതിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നുണ്ട് അവർക്കവിടെ പഠിപ്പിക്കാം. അത് വിദേശ യൂണിവേഴ്സിറ്റി അവർക്കവിടെ പഠിപ്പിക്കാം എല്ലാവർക്കും. അതെ, പക്ഷെ ലക്ഷക്കണക്കിന് പിള്ളേർ പോകുന്നുണ്ട്. ഈ ലക്ഷക്കണക്കിന് പിള്ളേർക്കവിടെ പഠിപ്പിക്കാം. ഇവരൊക്കെ എലിജിബിൾ ആണോ? അല്ല ചേട്ടാ, ഞാൻ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞാണ്. അതെ, എലിജിബിൾ ആണോ എന്നാ ഞാൻ ചോദിച്ചത്. പഠിക്കാനും പഠിപ്പിക്കാനും ഇവര് എലിജിബിൾ ആണോ? പഠിക്കാൻ എലിജിബിൾ ആണോന്ന് എനിക്കറിയില്ല, പഠിപ്പിക്കുന്ന കാര്യം എനിക്കറിയാൻ മേല. ഞാനത് സർക്കാസ്റ്റിക് ആയിട്ട് പറയാം. സർക്കാർ ഇവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ വിളിച്ചിരിക്കുന്നത്. അതെ, അപ്പൊ അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടന്നാല് അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ ഇതിന്റെ പുറകില്. മന്ത്രി ബില്ലും നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് പോകുന്നതെന്നാണ് ബില്ല് പാസ്സായെന്ന് എനിക്ക് തോന്നുന്നത്. പാസ്സായോ? മന്ത്രിസഭ പാസ്സാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. ആണോ? ഞാനത് ശ്രദ്ധിക്കാതെ. പാസ്സായെന്നാണ് ആയിരിക്കണം ഞാൻ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന് അതുകൊണ്ട് നേട്ടമില്ല, അല്ലെങ്കിൽ ഭരണക്കാർക്ക് നേട്ടമില്ല. കേരളത്തിന് നേട്ടമില്ല എന്നുള്ളതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. വളരെ ഒരു തോട്ട് പ്രോസസ് ഇല്ലാതെ, കൃത്യമായ പഠനങ്ങളില്ലാതെ കാള പറ്റെന്ന് പറഞ്ഞപ്പോൾ തന്നെ കയറുമായിട്ട് ഇറങ്ങി എന്നുള്ളതേ ഉള്ളൂ ഇന്നത്തെ കഥ. വേറെ കഥ, യഥാർത്ഥ പ്രശ്നം എന്തെന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വേറെ കഥയൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം കേരളമാണോ പോയി? അത് അവരല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതല്ലേ പ്രൈവറ്റ് സ്വകാര്യസ്ഥ എന്ന് പറയുന്നത്. അല്ല, കേരളം അപ്പം നമ്മുടെ സർക്കാരിന് ഇതിന് യാതൊരു പണമുടക്കും ഇല്ലേ? അതുകൊണ്ടാണല്ലോ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. അതെ, സ്വകാര്യവൽക്കരണം ആണെങ്കിലും മുമ്പേ പറഞ്ഞല്ലോ, നോമിനിമാരെ ആരാണ്ട് ഇവരുടെ അതൊക്കെ വെക്കാതെ നോമിനിമാരൊക്കെ കാണുന്നേ. ഇതിന് വലിയ അപകടകരമായ വേറെ സിറ്റുവേഷൻ ഉണ്ട്. ഈ നമ്മളെ പോലെ ഇപ്പം ഈ കാശുള്ള അച്ചായന്മാര്, ഞാൻ കാശുള്ളതല്ല കേട്ടോ, നമ്മള് കോടതി പോയി മഞ്ഞു പിടിക്കുന്ന ഒരാളാ പറഞ്ഞ സ്റ്റൈലങ്ങ് പറഞ്ഞതല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച് CPM-മാര് പറയാനുള്ള ഒരു ഡയലോഗാണ് കാശുള്ള അച്ചായന്മാരെന്ന് പറയും. ഈ അച്ചായന്മാരിൽ വലിയ താല്പര്യം മൊത്തത്തിൽ ഇല്ല. അതുകൊണ്ടാണ്. അപ്പൊ അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഒരു CPM എന്ന് പറയുന്ന ഒരു BJP B ടീമാണ് എന്ന് പരസ്യമായി പറയുന്നയാളാണ് ഞാൻ. അവരുടെ ഒരു ഐഡന്റിറ്റി തന്നെ കൃത്യമായ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലൈനാണ് അവരെടുക്കുന്നത്. അവർ സഖാക്കളല്ല സംഘാക്കളാണെന്ന് ഞാൻ പരസ്യമായി അവരുടെ പല ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ പറയുന്നത് അങ്ങനെയാണ്. നമ്മളെയൊക്കെ കാണുന്നത് അച്ചായന്മാരായിട്ടാണ് കാണുന്നത്. അപ്പൊ അപ്പോ ക്രിസ്ത്യൻ പേരുള്ള ഒരു അച്ചായന്മാരെ മാത്രം കാണുകയും അവരെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പല CPM-ന്റെ ആളുകളെ എനിക്കറിയാം. പേരൊന്നും ചോദിക്കാൻ ഞാൻ പറയില്ല. അപ്പോ ഞാൻ പറഞ്ഞു തന്നതാണ്, ഇവിടെ കാശുള്ള ആളുകൾ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യും. വേറെ ആരുടെയെങ്കിലും ഒക്കെ പേര് കർജിത് ബെർഗ്മാൻ എന്നുള്ള പേരൊക്കെ വെച്ച്, അല്ലെ വേറെ ആരെയും ആളുകളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. കേരളത്തിലുള്ള ആൾക്കൂടെ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് വിഷയം തീരില്ല. കേരളത്തിന് വിഷയം തീരില്ല. കേരളത്തിന് ഇതുകൊണ്ട് ഒരു പുരോഗതി, തൊഴിലുണ്ടാകണം. നമ്മുടെ ചേട്ടാ, കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറുകിട സ്ഥാപനങ്ങളില്ല എന്നുള്ളതാണ്. ചെറുകിട സ്ഥാപനം ഇല്ലാത്തതിന്റെ കാരണം ഈ CPM തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ, ഇവിടേക്ക് ബ്രിട്ടനിലേക്കാണ് ഇവിടുത്തെ എക്കണോമിയുടെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ ബിസിനസ്സുകളാണ്. അവിടെ സ്മോൾ സ്കെയിൽ ബിസിനസ് ചെന്ന് കഴിഞ്ഞാൽ മറ്റേ സാജൻ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തില്ലേ? അത് തന്നെ അവിടുത്തെ അവസ്ഥ. ജീവിക്കാൻ സമ്മതിക്കില്ല. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഒരു തട്ടുകടക്കാരൻ ചോദിച്ചു, നല്ല കച്ചവടം ചേട്ടാ, എന്നോട് എന്റെ മുന്നേ പിരിവിന് കൊടുത്തിട്ട് മിച്ചോന്ന്. കാരണം ആർക്കാ പിരിക്കുന്നത്? ഞാനത് പോലീസുകാരൻ അതിലൊക്കെ വലിയ വലിയ ആളുകളാണ് തിരിച്ചുകൊണ്ട് പോകുന്നത് നാട്ടുകടയിൽ നിന്ന്. അതാണ് അവിടുത്തെ അവസ്ഥ. ഇത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. പോലീസിംഗ് ആണ് ആദ്യം മാറേണ്ടത്, സ്ട്രക്ചറലി മാറണം. ചേട്ടാ, അപ്പൊ എനിക്ക് വേറൊരു പരിപാടി ഉണ്ട് ഇതിനിടയ്ക്ക്. ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് വന്നാലോ? അപ്പൊ ഈ സ്വകാര്യ മേഖലയിൽ യൂണിവേഴ്സിറ്റികൾ വന്നു കഴിയുമ്പോൾ കേരളത്തിന് നേട്ടം ഉണ്ടാകില്ലെന്നുള്ള
വസ്തുതയാണ് ഇപ്പോൾ ഞങ്ങളുടെ സംഭാഷണത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നത്. അതോടൊപ്പം ഞാൻ അങ്ങനെ ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ അല്ല, ഉണ്ടാവില്ലെന്ന് തന്നെ നമ്മൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നമല്ല അഡ്രസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അതെ. അപ്പൊ ഈ അഡ്രസ് ചെയ്യാത്തത് കൊണ്ടാണ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതെ അതെ, യഥാർത്ഥ പ്രശ്നം അഡ്രസ് ചെയ്യും. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ ഇതൊരു വെള്ളത്തിൽ വരച്ച വര പോലെ ആവില്ലേ? അല്ല, മറ്റേത് ചെയ്യാൻ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അന്നത്തേക്ക് അവരായിരിക്കത്തില്ല, വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അതെ, കാലത്തിനൊത്ത മാറ്റം ആവശ്യമാണെന്ന് പറഞ്ഞു. ഇത് കാലം എന്തെന്ന് അറിയാമെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഏത് കാലത്ത് അറിയാമെന്ന് എന്നാ ചെയ്യാൻ പറ്റും? കാലം എന്താണെന്നോ മാറ്റം എന്താണെന്നോ അറിയാൻ മേലാത്ത ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാന്ന് പറഞ്ഞാലും അത് തെറ്റാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല സ്വകാര്യവൽക്കരിച്ചിട്ട് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകില്ലെന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഇതിൽ നിന്നും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മുഖാമുഖം പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. അതോടൊപ്പം നമുക്ക് ബ്രിട്ടനിലെ കാര്യങ്ങളും കേരളത്തിലെ കാര്യങ്ങളും അതുപോലെ യൂറോപ്പിലെ ഒക്കെ കാര്യങ്ങൾ എപ്പോഴും വളരെ ശക്തമായിട്ടും യുക്തിപരമായിട്ടും കൃത്യമായിട്ടും പറയുന്ന നമ്മുടെയൊക്കെ അല്ലെങ്കിൽ കേംബ്രിഡ്ജിന്റെ പ്രിയപ്പെട്ട മേയർ ശ്രീ ബൈജു ചിത്താലയ്ക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു. നമസ്കാരം.